നമ്മുടെ കയ്യിൽ കാണുന്ന മുതല് ചില്ലറക്കാരനൊന്നും അല്ല കേട്ടോ, പണി മേടിച്ചു തന്ന ഐറ്റമാണ് ഇവൻ. പള്ളിയിൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സെറ്റായി നമ്മൾ ഫുഡ് അടിച്ച് പുറത്തിറങ്ങിയായിരുന്നു. ഞായറാഴ്ച തൊട്ട് ഇടവദിനം തുടങ്ങുമായതുകൊണ്ട് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഏട്ടന്മാർ എന്തായാലും രാവിലെ തന്നെ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഒരു ആവശ്യമില്ലാതെ തലയെ കയറ്റി വെച്ച പണി സെറ്റാക്കാൻ വേണ്ടി കൂത്താട്ടോളത്തേക്ക് വെച്ച് പിടിക്കാന്ന് വെച്ചാൽ 10 പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റ് ആയതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ എന്തായാലും അരമണിക്കൂർ പോസ്റ്റായി. വീട്ടിലേക്ക് തന്നെ പോകാനുള്ളതിന് കൂത്താട്ടുകളും കൂടി കറങ്ങി പോകുന്നതിനുള്ള ദേഷ്യം അവന്റെ നോട്ടത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി. അനിയന്റെ അടുത്തേക്ക് മിണ്ടാൻ പോയ പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇവിടെ തന്നെ ഇരിപ്പാണ്. മഴ പെയ്യുന്നതിന് മുമ്പ് വീട്ടിലെത്തണം. കൊട എടുത്തിട്ടില്ല. സബാഷ്, എല്ലാം സെറ്റ്. റബ്ബേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്തായാലും വണ്ടി അധികം വൈകാതെ സ്പോട്ടിലെത്തി. വണ്ടി കയറി നമ്മൾ നേരെ കൂത്താട്ടുകുളത്തേക്ക് വെച്ച് പിടിച്ചു. കണ്ടക്ടർ നല്ല സെറ്റ് ആയതുകൊണ്ട് ബെസ്റ്റ് ബിഹേവിയർ ആണ്. ഡ്രൈവർ ചേട്ടൻ ബസ്സാണോ ട്രെയിനാണോ ഓടിക്കാന്നുള്ള ചെറിയ സംശയമുണ്ട്. എമ്മാതിരി സ്പീഡ്. മേളിലെത്തായിരുന്ന ഭാഗ്യം. സ്റ്റാൻഡിലെത്തിയപ്പോൾ അനിയൻ ബസ് കൺസ്ട്രക്ഷൻ കാർഡിന്റെ കേസിനായി നമ്മൾ പ്രിന്റ് ഔട്ട് സെറ്റ് ആക്കാനായി 2 ആയിട്ട് പിരിച്ചു. സ്കൂൾ ടാഗ് സെറ്റ് ആകാത്തോണ്ട് അനിയന്റെ കാര്യം നടന്നില്ല കേട്ടോ. നമ്മൾ പ്രിന്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കട ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറയായതിനാൽ നമ്മളങ്ങ് നടന്നു. സാധാരണ പ്രിന്റ് ഔട്ടിനേക്കാൾ പൈസ കുറവായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് പ്രിന്റ് എടുത്തത്. കുറച്ചു നേരത്തെ തന്നെ പ്രിന്റ് സെറ്റ് ആക്കാന്ന് ഓർത്ത് ബസ്സിലിരുന്ന് തന്നെ കടയിലെ ചേച്ചിക്ക് നമ്മൾ പ്രിന്റ് അയച്ചു കൊടുത്തായിരുന്നു. ചേച്ചി എന്തായാലും നമ്മൾ കടയിൽ എത്തിക്കഴിഞ്ഞാണ് മെസ്സേജ് എടുക്കണത് തന്നെ. ആ മണിക്കൂർ എന്തായാലും അവിടെ പോസ്റ്റ്. ചേച്ചിയോട് പ്രിന്റ് എടുത്ത് വെച്ചോളാൻ പറഞ്ഞിട്ട് നാളത്തേക്ക് ആവശ്യമായ കുറച്ച് റിബൺ സെറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള ഹോൾസെയിൽ കടയിലേക്ക് വെച്ച് പിടിച്ചു. റിബൺ ഒക്കെ നേരത്തെക്കാളും വില കൂടിയതിനാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലക്ക് നിന്നില്ല. ഇതാണ് നമ്മുടെ മുതൽ. ഐറ്റത്തിനെയൊക്കെ പൊക്കി പ്രിന്റ് ഔട്ടിന്റെ കേസ് എന്നായെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കടയിലേക്ക് നേരെ വെച്ച് പിടിച്ചു. എന്തോ ഒരു ഭാഗ്യത്തിന് പ്രിന്റ് ഔട്ടിന്റെ കേസിന് പിന്നെ നമ്മൾ പോസ്റ്റ് ആണ്ട് വന്നില്ല. പിന്നീടായിരുന്നു ടാസ്ക്. നമുക്ക് പോവേണ്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തായിരുന്നു. അനിയൻ എന്തായാലും ബസ്സിൽ കയറിയിട്ടുണ്ട്. നമ്മൾ പ്രിന്റ് ഔട്ടിന്റെ പൈസ പോലും സെറ്റ് ആക്കിയിട്ടില്ല. ചേച്ചി പ്രിന്റ് എടുത്ത പേപ്പറിന്റെ ഒക്കെ സ്റ്റാപ്ലർ അടിച്ചു കഴിയുമ്പോൾ സമയം പോകുന്നത് മനസ്സിലാക്കി ചേച്ചിക്ക് പൈസ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് വിട്ടു. ഇത്രയും ഐറ്റം സെറ്റ് ആക്കാനാണ് നമ്മൾ ഓടിയത്. പുറത്ത് നല്ല മഴയായതുകൊണ്ടും ബസ് എടുത്തുകൊണ്ടും നമ്മൾ എന്തായാലും പെട്ടെന്ന് ബസ്സിൽ കയറിട്ടോ.